വെൽക്കം. റഹ്മാനാണ്. ഒട്ടക്കോയിഡ്സ് സീരീസിൽ നമ്മൾ 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ അതിന്റെ 5-HT റിസപ്റ്റേഴ്സ് വഴി പ്രവർത്തിക്കുന്ന മരുന്നുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 5-HT 1B 1D അഗോണിസ്റ്റ് ആയിട്ടുള്ള സുമാട്രിപ്റ്റാൻ പോലെയുള്ള ട്രിപ്റ്റാൻസിനെ കുറിച്ച് പറഞ്ഞു. സോ മൈഗ്രെയിനിൽ ഉപയോഗിക്കുന്ന മരുന്നാണ്. ഈ മൈഗ്രെയിനിൽ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു മരുന്നുണ്ട് 5-HT 1B and 1D അഗോണിസ്റ്റ്. ആ മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അത് നമ്മൾ എർഗോട്ടമിനാണ്. ഇറ്റ്സ് ആൻ എർഗോട്ട് ആൽക്കലോയിഡ്. സോ 5-HT 1B 1Dയിൽ പ്രവർത്തിക്കുന്ന രണ്ട് മരുന്നുണ്ട്. ഒന്ന് ട്രിപ്റ്റാൻസ് ആണ്. ട്രിപ്റ്റാൻസ്. രണ്ടാമത്തത് എർഗോട്ടാണ്. എർഗോട്ടമിൻ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. സോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ എർഗോട്ടമിനെ കുറിച്ചിട്ടും എർഗോട്ട് ആൽക്കലോയിഡ്സ് അതിനെ കുറിച്ചിട്ടും നമ്മളൊന്ന് പറയും. ദെൻ മെത്തിസർജൈഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. അതിനെ കുറിച്ചിട്ടും ഒന്ന് പറഞ്ഞു പോകും. റൈ പ്ലാന്റ്, RYE ആണ് റൈ പ്ലാന്റ്. എന്ത് ചെടിയാണ് എന്നറിയില്ല, എന്നാലും ഒരു മില്ലറ്റ്സ് ആണ്. സമദർ മില്ലറ്റ്സ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. അതിനെ ആക്രമിച്ച ഒരു പൂപ്പൽ, അതിന്റെ പേരാണ് ക്ലാവിസെപ്സ് പെർപ്യൂറിയ എന്നാണ് അതിന്റെ പേര്. അതിൽ നിന്ന് കിട്ടുന്ന, അതൊരു ഫംഗസ് ആണെന്ന് പറഞ്ഞു. ഈ ഫംഗസ് ആക്രമിക്കുന്ന ഈ ഫംഗസിൽ നിന്ന് കിട്ടുന്ന മരുന്നുകളെയാണ് നമ്മൾ എർഗട്ട് ആൽക്കലോയിഡ്സ് എന്ന് പറയാം. എർഗട്ട് ആൽക്കലോയിഡ്സ്. സോ ഈ പൂപ്പൽ ബാധ ഏറ്റ് അത് കഴിച്ച ആൾക്കാർക്ക് പല അസുഖങ്ങളൊക്കെ വരും. എർഗട്സ് ആൽക്കലോയിഡ്, എർഗോട്ടിസം സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിച്ച് എർഗോട്ടിസം, പോയിസണിങ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത് ഡ്രഗ് ആണ്. അതിനകത്ത് ഒരുപാട് മരുന്നുണ്ട്. വിവിധ തരം ആൽക്കലോയിഡ്സ് ഉണ്ട്. ഒന്ന് അമൈഡ്സ് ആണ്. അമൈഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെറിവേറ്റീവ് ആണ് LSD എന്ന് പറയുന്നത്. ഹാലൂസിനോജൻ ആണ്. അതിന് എർജിൻ എന്നൊരു പേര് കൂടിയുണ്ട്. 5-HT 1Aയിൽ അഗോണിസ്റ്റ് ആണിത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച്. രണ്ടാമത്തത് അമൈഡ്സ് അല്ലാതെ അമീൻസ് ഉണ്ട്. ദർ ആർ സർട്ടൻ അമീൻസ്. അത് എർഗോമെട്രിൻ എന്ന് പറയുന്ന മരുന്നാണ്. എർഗോമെട്രിൻ അല്ലെങ്കിൽ എർഗോനോവിൻ എന്നും അതിന് പേരുണ്ട്. അതിന്റെ സിന്തറ്റിക് വെറൈറ്റി ഉണ്ട്. ഡൈഹൈഡ്രോ. എർഗോമെട്രിന്റെ കൂടെ ഡൈഹൈഡ്രോ കൂടി ചേർത്ത് എടുക്കാം. അല്ലെങ്കിൽ മീഥൈൽ എർഗോമെട്രിൻ ഉണ്ട്. മീഥൈൽ എർഗോമെട്രിന്റെ പേര് മെത്തർജിൻ എന്നാണ്. ഇത് പ്രധാനമായിട്ടും യൂട്രസിലാണ് ഇതിന്റെ ആക്ഷൻ. അത് ഉപയോഗിക്കുന്നത് പോസ്റ്റ്പാർട്ടം ഹെമറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. ഗർഭിണി പ്രസവശേഷം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്. ആൻഡ് മൂന്നാമത്തെ വിഭാഗം മരുന്ന് ആൽക്കലോയിഡ്സ്. അത് അമിനോ ആൽക്കലോയിഡ്സ് ആണ്. അമിനോ ആസിഡ്സ് ഉള്ള ആൽക്കലോയിഡ്സ് ആണ്. സോ പെപ്റ്റൈഡ്സ് വേണമെങ്കിൽ പറയാം. അതിൽ ഒന്നാണ് എർഗോട്ടമിൻ. സോ വൺ ഈസ് എർഗോട്ടമിൻ. രണ്ടാമത്തത് വേറൊരെണ്ണം ഉള്ളത് എർഗോടോക്സിൻ ആണ്. എർഗോടോക്സിൻ എന്ന് പറയും. സോ എർഗോട്ടമിൻ ഉണ്ട്, എർഗോടോക്സിൻ ഉണ്ട്. ഈ എർഗോട്ടമിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഡൈഹൈഡ്രോ. 2 ഹൈഡ്രജൻ ചേർത്ത് കൊടുത്ത എർഗോട്ടമിൻ അവൈലബിൾ ആണ്. സെയിം ഇതേപോലെ തന്നെ ഡൈഹൈഡ്രോ എർഗോടോക്സിനും അവൈലബിൾ ആണ്. അതിൽ ഈ ഡൈഹൈഡ്രോ എർഗോട്ടമിൻ ആൻഡ് ദിസ് എർഗോട്ടമിൻ, ഇത് രണ്ടുമാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുക? നമ്മൾ മൈഗ്രെയിനെ കുറിച്ചിട്ടാണ് പറയാ. മൈഗ്രെയിനിൽ ഉപയോഗിക്കുക. ദിസ് വൺ എർഗോടോക്സിൻ, ഡൈഹൈഡ്രോ എർഗോടോക്സിൻ, ആൻഡ് ദിസ് ഈസ് മോസ്റ്റ് യൂസ്ഡ് ഇൻ ഓർമ്മക്കുറവ്, ഡെമൻഷ്യ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉപയോഗിക്കാം. ഇതിന്റെ വേറെ പേര് ഡൈഹൈഡ്രോ എർഗോടോക്സിന് വേറൊരു ഫേമസ് പേരുണ്ട്. അതിനെ നമ്മൾ കൊഡർഗോക്രിൻ എന്നും വിളിക്കുക. സോ കൊഡർഗോക്രിൻ ഓർ ഡൈഹൈഡ്രോ എർഗോടോക്സിൻ ഈസ് യൂസ്ഡ് ഇൻ ഡെമൻഷ്യ ആൻഡ് ദിസ് വൺ എർഗോട്ടമിൻ ഈസ് യൂസ്ഡ് ഇൻ മൈഗ്രെയിൻ. സോ നമുക്ക് മൈഗ്രെയിനെ കുറിച്ചാണ് പറയാൻ ഉള്ളത് അധികം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഗ്രൂപ്പ് കൂടി പറഞ്ഞേക്കാം. അത് സിന്തറ്റിക് ആണ്. ഇതിൽ നിന്നൊക്കെ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചില ഡ്രഗ് ഗ്രൂപ്പുകളുണ്ട്. ഉദാഹരണത്തിന് ബ്രോമോക്രിപ്റ്റിൻ ഏറ്റവും ഫേമസ് ആണ്. ബ്രോമോക്രിപ്റ്റിൻ എന്ന് പറയുന്ന മരുന്ന് പാർക്കിൻസോണിസത്തിൽ ഉപയോഗമുണ്ട്. പാർക്കിൻസൺസ് ഡിസീസ്. ദെൻ കേബർഗോലിൻ. ഇത് പിന്നെ ഉപയോഗമുള്ളത് പ്രൊലാക്റ്റിൻ കൂടുന്ന കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ക്യുനഗോളിൻ ഉണ്ട്, പെർഗോലൈഡ്. സോ അങ്ങനെയൊക്കെയുള്ള ഡ്രഗുകൾ അധികവും ദീസ് ഹാവ് D2 റിസപ്റ്ററിൽ അഗോണിസ്റ്റിക് ആക്ഷൻ ഉള്ള മരുന്നുകളാണ്. സോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടത് 5-HT 1B 1Dയിൽ അഗോണിസ്റ്റിക് ആയിട്ടുള്ള എർഗോട്ടമിൻ പോലെയുള്ള മരുന്നുകൾ, മൈഗ്രെയിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. എർഗോട്ടമിന് വിവിധ തരം 5-HT എർഗോട്ടമിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാം. എർഗോട്ടമിന് വിവിധ തരം 5-HT റിസപ്റ്ററിൽ ആക്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് വേണ്ടത് 5-HT 1B 1D അഗോണിസ്റ്റിക് ആക്ഷൻ ആണ് നമ്മൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ. സോ ഇത് ട്രിപ്റ്റാൻസിനുണ്ട്. സോ ട്രിപ്റ്റാൻസിനും ഇതേ ആക്ഷൻ ആണ്. ട്രിപ്റ്റാൻസിന് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ എർഗോട്ടമിന് മറ്റ് 5-HTയിൽ കൂടി ആക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് വൺ ഡിഫറൻസ്, ഒരു വ്യത്യാസം ഫ്രം ട്രിപ്റ്റാൻസ്. അപ്പൊ നമുക്ക് രണ്ടും മൈഗ്രെയിൻ ഉപയോഗിക്കുന്ന മരുന്നാണ്ട് വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇതിന് ആൽഫ റിസപ്റ്റർ, എർഗോട്ടമിന് ആൽഫ റിസപ്റ്ററിൽ പാർഷ്യൽ അഗോണിസ്റ്റിക് ആൻഡ് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ കൂടിയുണ്ട്. സോ വാസോ കൺസ്ട്രിക്ഷൻ ഈസ് പ്രോമിനന്റ്. വാസോ കൺസ്ട്രിക്ഷൻ ആണ് പ്രോമിനന്റ് ആക്ഷൻ. ഇറ്റ് ക്യാൻ കോസ് കൺസ്ട്രിക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ അതിന്റെ ബ്ലഡ് വെസൽസ് ചുരുങ്ങും. ഇനി എർഗോട്ടമിൻ ഈസ് എ പൊട്ടന്റ് എമെറ്റിക് ആണ്. പൊട്ടന്റ് എമെറ്റിക് ആണ്. മൈഗ്രെയിനിൽ ഓൾറെഡി ഛർദിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. സോ ഇതിപ്പോ ഛർദിൽ കൂട്ടാൻ
ഉപയോഗിക്കാൻ പ്രവണതയുള്ള ഒരു മരുന്നാണ്. സോ സുമാട്രിപ്റ്റാനോ, അപ്പോൾ ഇവിടെ നമുക്ക് ട്രിപ്റ്റാൻസ് എന്ന് എഴുതാം. ട്രിപ്റ്റാൻസുമായിട്ടുള്ള രണ്ടാമത്തെ വ്യത്യാസമാണ് ഇവയ്ക്ക് ഈ പ്രവണതയില്ല. ഛർദിൽ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഛർദിൽ തടയുന്ന പ്രവണതയാണ് ഇവയ്ക്കുള്ളത്. ഭയങ്കരമായിട്ടില്ല എങ്കിലും ഉണ്ട്, പക്ഷെ ഇതിന് ഛർദിൽ ഉണ്ടാക്കാനുള്ള പ്രവണതയുണ്ട്. സോ അതുകൊണ്ട് രണ്ടിനൊപ്പവും നമ്മൾ സാധാരണ ആന്റി ഛർദിൽ, ആന്റി എമറ്റിക് മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കും. പ്രോക്ലോർപെരാസിൻ പോലെയുള്ള, സ്റ്റെമറ്റിൽ പോലെയുള്ള മരുന്നുകളായിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി എർഗോട്ടമിന് അടുത്തൊരു ആക്ഷൻ ഓക്സിറ്റോക്സിക് ആക്ഷൻ ഉണ്ട്. ഓക്സിറ്റോസിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിറ്റോസിനെ പോലെ യൂട്ടറൈൻ കൺട്രാക്ഷൻസ് ഉണ്ടാക്കാനുള്ള ആക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതിന് അതില്ല, അങ്ങനെ ഒരു ഗുണം. പക്ഷെ എർഗോമെട്രിൻ എന്ന് പറയുന്ന വേറൊരു മരുന്ന് നമ്മൾ പറഞ്ഞു, അതിനാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. ഇതിന് എർഗോട്ടമിന് അത്രയ്ക്ക് അധികമൊന്നുമില്ല കേട്ടോ. യൂട്രൈൻ കൺട്രാക്ഷൻ ആക്ഷൻ ഉള്ള കുറച്ചുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അത്രയ്ക്ക് അധികം ഇല്ല. ഇനി എർഗോട്ടമിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ എർഗോട്ടമിന്റെ T12 എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. പക്ഷേ അത് ടിഷ്യൂസിൽ ഇറ്റ് ക്യാൻ ബൈൻഡ്, കുറച്ച് നേരം കൂടുതൽ നേരം നിൽക്കുന്നുണ്ട്. കുറച്ചും കൂടി ലോങ് ആക്ടിങ് ആക്ഷൻസ് ഉണ്ട്. 2 മണിക്കൂർ അല്ലെങ്കിൽ T12 അനുസരിച്ചിട്ടല്ല അതിന്റെ ആക്ഷൻസ് എന്ന് മനസ്സിലാക്കാം. ഇനി എർഗോടോക്സിന് ഓക്സിറ്റോക്സിക് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കാം. അവയ്ക്ക് പക്ഷേ കുറച്ച് ആന്റി ഡോപ്പമിനർജിക് ആക്ഷൻ കൂടിയുണ്ട്, ആന്റി ഡോപ്പമിനിക്. സോ മൈഗ്രെയിന് ഇതത്ര ഉപയോഗം അല്ല. ഇനി ഞാൻ എർഗോടോക്സിന്റെ വെറൈറ്റിയാണ് ഡൈഹൈഡ്രോ എർഗോടോക്സിൻ. അത് വേറെ എവിടെയും പറയാൻ കിട്ടില്ല, ഞാൻ പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇവിടെ പറഞ്ഞു പോകുന്നതാണ്. അതിന്റെ വേറൊരു പേര് ഞാൻ പറഞ്ഞത് കൊഡർഗോക്രിൻ എന്നാണ്. കൊഡർഗോക്രിൻ ഒരു ആൽഫ ബ്ലോക്കിംഗ് ആക്ഷൻ ഉള്ള മരുന്നാണ്. വാസോ കൺസ്ട്രിക്ഷൻ കുറവാണ്, വീക്ക് വാസോ കൺസ്ട്രിക്ടർ. ബ്രെയിനിലെ 5T പ്രവർത്തിക്കുന്നതിനാൽ ഡെമൻഷ്യ, ഓർമ്മക്കുറവ്, സ്മൃതിനാശം അതിലൊക്കെ ഉപയോഗിക്കാം. അൾഷീമേഴ്സിലൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ അതൊന്നും ഉപയോഗിക്കാറില്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കാം. സോ മൈഗ്രെയിനിൽ മാത്രമല്ല ക്ലസ്റ്റർ ഹെഡ് ഏക്കുകളിലും നമ്മൾ പറയുന്ന മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മൈഗ്രെയിൻ മൈഗ്രെയിൻ പോലെയുള്ള ഹെഡ് ഏക്സ് ഉണ്ട്. മൈഗ്രെയിൻ വേരിയൻസ്, ഉദാഹരണം അതിന് പറയാ ഹിസ്റ്റമിനിക് സെഫാൾജിയ എന്നാണ് അതിന് പറയാ. ഹിസ്റ്റമിനിക് സെഫാൾജിയ, സെഫ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ബ്രെയിൻ, ആൾജിയ വേദന. സോ അങ്ങനെയൊക്കെ ഉള്ളതിൽ ഉപയോഗിക്കുന്ന മരുന്നാണ് 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ 1P1T അഗോണിസ്റ്റ്. സോ അതാണ് എർഗോട്ടമിൻ. സോ വി ആർ നൗ ടോക്കിംഗ് ഓൺലി അബൌട്ട് എർഗോട്ടമിൻ ആണ് ഉപയോഗിക്കുന്നത്. FDA അപ്രൂവ്ഡ് ആണ്, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന്. ആൻഡ് എർഗോട്ടമിന്റെ അബ്സോർഷൻ ഇപ്പൊ ഗുളികയായിട്ട് നമ്മൾ വായിലൂടെ കൊടുത്താൽ വളരെ കുറവാണ്. ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് <10% 1% ഒക്കെ പറയുന്നുള്ളൂ. 10%-ൽ താഴെയാണ്. മാത്രമല്ല ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉണ്ട്. ഫസ്റ്റ് പാസ് മെറ്റബോളിസവും കൂടുതലായിട്ടുള്ളതുകൊണ്ട് ബ്ലഡിലേക്ക് അധികം എത്തുകയില്ല. സോ സബ് ലിംഗ്വൽ, നാക്കിനടിയിൽ വെച്ച് കൊടുക്കുന്ന മരുന്നായിട്ടും എർഗോട്ടമിൻ അവൈലബിൾ ആണ്. അത് എർഗോട്ടമിൻ ടാർട്ടറേറ്റ് ആണ്, അങ്ങനെയായിട്ട് ലഭിക്കും. ഈ ഗുളികയായിട്ട് കഴിക്കുന്നതിനോടൊപ്പം എർഗോട്ടമിൻ എന്ന് പറയുന്ന എർഗോട്ടമിൻ ഗുളികയായിട്ട് കൊടുക്കുമ്പോൾ മിക്കവാറും അതിന്റെ കൂടെ കൊടുക്കുന്നത് ഒന്ന് കഫീനാണ്. കഫീൻ 100 മില്ലിഗ്രാം, ഇത് 1 മില്ലിഗ്രാം ആണെങ്കിൽ കഫീൻ 100 മില്ലിഗ്രാം ചേർന്ന ഗുളികയായിട്ടായിരിക്കും കിട്ടുക. സോ ഫേമസ് ബ്രാൻഡ് നെയിം കാഫർഗോട്ട്, ഇന്റർനാഷണൽ നെയിം ആണ്. വൈഗ്രെയിൻ പോലെയുള്ളത് ഇതാണ്, എർഗോട്ടമിൻ പ്ലസ് കഫീൻ കോമ്പിനേഷൻ ആണ്. ഇന്ത്യയിലാണെങ്കിൽ മൈഗ്രാനിൽ EC പോലെയുള്ളവയ്ക്ക് അങ്ങനെ കിട്ടുന്നു. ഇതല്ലാതെ ഇതൊരു കോമ്പിനേഷൻ ആണ്. രണ്ടാമത്തെ കോമ്പിനേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനെയാണ്. രണ്ടാമത്തെ കോമ്പിനേഷൻ ഇത് എർഗോട്ടമിൻ ഉണ്ട് പ്ലസ് കഫീൻ ഉണ്ട്. കഫീൻ 100 മില്ലിഗ്രാം തന്നെയാണ്. അതിന്റെ കൂടെ പാരസെറ്റമോൾ ഉണ്ട്. പാരസെറ്റമോൾ ഒരു 250 മില്ലിഗ്രാം ആയിരിക്കാം മിക്കവാറും. പ്ലസ് അനദർ ഡ്രഗ്, മറ്റൊരു മരുന്ന്, നേരത്തെ പറഞ്ഞ മരുന്നാണ് പ്രോക്ലോർപെരാസിൻ എന്ന് പറയുന്ന മരുന്ന്. ഇത് 2.5 മില്ലിഗ്രാം കൂടി ചേർത്തിട്ട്. എന്തിനാന്ന് വെച്ചാൽ ഇത് ഛർദിൽ ഉണ്ടാക്കും, നമുക്കറിയാം. ഇത് ആന്റി ഛർദിലാണ്. തലവേദനയ്ക്ക് മൈഗ്രെയിനിലെ പാരസെറ്റമോൾ നല്ല മരുന്നാണല്ലോ, അതും കൂടി ചേർക്കുന്നു. കഫീൻ ഇതിന്റെ അബ്സോർപ്ഷൻ വർദ്ധിപ്പിക്കുന്നു. സോ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നല്ലൊരു ഗുളികയായിരിക്കും. ഉപയോഗിക്കുന്ന മരുന്നാണ്. പ്രധാനപ്പെട്ട ട്രേഡ് നെയിംസ് ഒരുപാട് പേരുകളുണ്ട് ഇന്ത്യയിൽ. വാസോഗ്രെയിൻ ഉണ്ട്, മൈഗ്രാൻ ഉണ്ട്, ദെൻ എൻറ്റിഗ്രെയിൻ എന്ന് പറയുന്നുണ്ട്, ലിവിഗ്രെയിൻ ഉണ്ട്, മൈഗ്രെയിൻ ഇങ്ങനെ ഇട്ടിട്ട് ഗ്രെയിൻ ഉണ്ട്, ദെൻ മൈഗ്രാഫൻ ഉണ്ട്, ദെൻ കൂൾ ഗ്രെയിൻ ഈസ് അനദർ വൺ, ദെൻ വെർമിഗ്രെയിൻ ഉണ്ട്, മൈഗ്രാനെക് ഉണ്ട്, ദെൻ മേഗ്രെയിൻ ഉണ്ട്, ന്യൂറോമോൾ പ്ലസ്. സോ ഈ ട്രേഡ് നെയിം ഒക്കെ പറഞ്ഞത് ഇത് അധികം ആൾക്കാരും ആരെങ്കിലും ഇപ്പോൾ പേഷ്യൻസ് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരുടെ ട്രേഡ് നെയിംസ് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ ഇതെല്ലാം വൈഡായിട്ട് ഉപയോഗിക്കപ്പെടുന്ന മരുന്നാണ്. തലവേദന തടയുന്ന പാരസെറ്റമോളും ഛർദിൽ കുറയ്ക്കുന്ന
പ്രോക്ലോപരാസിനും. അപ്പോൾ അതിന്റെ ദോഷം കുറയും, ഗുണം വർദ്ധിക്കും. കഫീൻ ചേർക്കുന്നത് അതിന്റെ അബ്സോർഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും, നാരോസ് ദ ബ്ലഡ് വെസൽസ്, വാസോ കൺസ്ട്രക്ഷൻ ആക്ഷൻ കൂട്ടുകയും ചെയ്യും. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ മൈഗ്രെയിനുള്ള ഈ മരുന്നും ദാറ്റ് മീൻസ് എർഗോട്ടാമിൻ അടങ്ങിയിട്ടുള്ള മരുന്നും ഇതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ട്രിപ്റ്റാൻസും എന്നാൽ ഒരുമിച്ച് കൊടുത്താൽ കൂടുതൽ ഫലം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവർ കമ്പൈൻ. രണ്ടും കൂടി വിത്തിൻ 24 hours 24 മണിക്കൂറിനകം ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതെപ്പോഴാണ് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ മൈഗ്രെയിൻ അല്ല, ക്ലസ്റ്റർ ഹെഡേക്സ് ഒക്കെ ആണെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പാണ് സാധാരണ നമ്മൾ കഴിക്കുക. പക്ഷെ മൈഗ്രെയിനിൽ നമ്മൾ അങ്ങനെയല്ല കഴിക്കുക. മൈഗ്രെയിനിൽ വേദന പ്രശ്നം തുടങ്ങുന്നു എന്ന് തോന്നുമ്പോഴാണ്, ഓൺസെറ്റിലാണ് മരുന്ന് കഴിക്കുക. അപ്പോൾ സാധാരണ നമുക്ക് ഒരു ഗുളികയോ 2 ഗുളികയോ കഴിക്കാം. പിന്നീട് നമ്മൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഗുളിക കഴിക്കാം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ പരമാവധി ദിവസം 6 ഗുളികയാണ് 24 മണിക്കൂറിൽ കഴിക്കും, 24 hours. ആഴ്ചയിൽ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ 10 ഗുളിക മാത്രമേ കഴിക്കാവൂ ഒരാഴ്ച, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. സോ ഓൺസെറ്റ് എത്ര നേരത്തെ കഴിക്കുന്നു, തലവേദന തുടങ്ങും അപ്പം തന്നെ കഴിക്കുക, അല്ലെങ്കിൽ ഓറയൊക്കെ വരട്ടെ എന്ന് കാത്തു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഗുണം കുറയും. സോ അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. ഇനി നാക്കിനടിയിൽ വെക്കുന്നതാണെങ്കിലോ സബ്ലിംഗ്വൽ, ഇപ്പോൾ ടാർട്ടറേറ്റ് നമുക്ക് അവൈലബിൾ, തലവേദന തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കഴിക്കുക. 2 എണ്ണമാണ് വെക്കാൻ പറയാം, 2 എണ്ണം സബ്ലിംഗ്വൽ വെക്കുക, അതിനുശേഷം പിന്നീട് ഒരെണ്ണം. ഓക്കെ, അങ്ങനെ 24 മണിക്കൂറിൽ വെറും 3 എണ്ണമേ വെക്കാൻ പാടുള്ളൂ. ആഴ്ചയിലാണെങ്കിൽ 5 എണ്ണം, സബ്ലിംഗ്വലാണെങ്കിൽ ഇങ്ങനെയാണ് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ചനുസരിച്ച് കഴിക്കുക. ഇനി ട്രിപ്റ്റാൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. ട്രിപ്റ്റാൻസ് കഴിക്കുമ്പോൾ നമ്മൾ തലവേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ, മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഞാൻ മൈഗ്രെയിൻ എന്ന് പറയുന്ന വീഡിയോയിൽ പറഞ്ഞാണ്, അത് ഇവിടെ ഒന്ന് പറഞ്ഞേക്കാം. രാവിലെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതാണ് മൈഗ്രെയിൻ്റെ ഒരു കാരണം. വെളിച്ചം, പ്രകാശം, ശബ്ദം എന്നിവ ഒഴിവാക്കുക. ദെൻ ചോക്ലേറ്റ്, ചീസ്, ആൽക്കഹോൾ, പുകവലി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക. ദെൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുക. നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ് കുറയ്ക്കുക. ഇതെല്ലാം മൈഗ്രെയിൻ കുറയ്ക്കാൻ ചെയ്തേ പറ്റും. ഇപ്പോഴും നമുക്ക് ഫ്രീക്വന്റ് അറ്റാക്സ് കുറയ്ക്കാൻ അത്യാവശ്യമാണെന്ന് കൂടി ഓർക്കുക. ഇനി ദോഷഫലങ്ങൾ, ഈ മരുന്നിന്റെ എർഗോട്ടമിന്റെ ദോഷഫലങ്ങൾ പറയുകയാണെങ്കിൽ മരുന്ന് ഛർദിൽ ഉണ്ടാക്കും, വോമിറ്റിംഗ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്രോക്ലോപരാസിൻ നമ്മൾ കൂടെ കൊടുക്കുക എന്ന് നമുക്ക് ഓർക്കാം. പ്രൂറൈറ്റിസ്, ചൊറിച്ചിലുണ്ടാക്കും. ദെൻ പാരാസ്തീഷിയാസ് എന്ന് വെച്ചാൽ പ്രത്യേക തോന്നലുകളാണ്. ഇപ്പോൾ സ്കിന്നിൽ പ്രത്യേകതരം സെൻസേഷൻസ് ഒക്കെ തോന്നുക, വിഷ്വൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുക, മസിൽ വീക്ക്നെസ് ഉണ്ടാകുക, തലചുറ്റൽ, വെർട്ടൈഗോ ഉണ്ടാകുക. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. സോ ദീസ് ആർ ദ അഡ്വേഴ്സ് എഫക്റ്റുകളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷേ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. സോ ഇത് മരുന്ന് തുടർച്ചയായിട്ട് അധികം നാൾ ഉപയോഗിക്കാനുള്ള മരുന്നല്ല. ഓക്കെ, മൈഗ്രെയിനിൽ തന്നെ ഞാൻ പറഞ്ഞു ഇത്രയും ഗുളിയൊക്കെ കഴിക്കാൻ പാടുള്ളൂ. തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം ബ്ലഡ് വെസൽസ് ചുരുങ്ങും. ബ്ലഡ് വെസൽസ് ചുരുങ്ങുമ്പോൾ പല സ്ഥലത്തേക്കും ബ്ലഡ് എത്തുന്നത് ശരീരഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ വിരലുകൾ, കൈകാലുകളുടെ അറ്റം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് ബ്ലഡ് സപ്ലൈ കുറയും. അവിടെയുള്ള ബ്ലഡ് വെസൽസിലുള്ള എൻഡോത്തീലിയൽ സെൽസ് ഡാമേജ് ഉണ്ടാകും. അവിടെ ഇപ്പോൾ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകും. അങ്ങനെ അത് അടയുമ്പോൾ അവിടെ എന്തുണ്ടാകാം, അടയുമ്പോൾ അവിടെ ഗാംഗ്രീൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ വിരലുകളിൽ, നഖം, അവിടെയൊക്കെ കളർ മാറും, പെയിൽനെസ്, നിറമാറ്റം, നീലനിറം, വൈറ്റ് ഫിംഗേഴ്സ്, വൈറ്റ് ടോസ്, വൈറ്റ് നെയിൽസ്, അങ്ങനെയൊക്കെയുള്ള ലോസ് ഓഫ് അവിടെയുള്ള ആ ഫീലിംഗ് അങ്ങനെയൊക്കെ മാറുകയാണെങ്കിലൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഉടൻ മരുന്ന് നിർത്തുക, ഡോക്ടറെ കാണുക. ഇതുകൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ സെപ്സിസ് ഉള്ളവരിൽ ഒഴിവാക്കണം, ഇഷ്കെമിക് ഹേർട്ട് ഡിസീസസ് ഉള്ളവരിൽ ഒഴിവാക്കണം, പെരിഫറൽ വാസ്കുലർ ഡിസീസസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കണം, ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിൽ ഒഴിവാക്കുക, സ്ഥിരം അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ലിവർ, കിഡ്നി ഡിസീസസ് ഉള്ളവരിലും നമുക്ക് ഈ മരുന്ന് ഒഴിവാക്കേണ്ടതാണ് എന്നുകൂടി ഓർക്കുക. ദെൻ വേറൊരു പ്രശ്നം, സ്ഥിരമായിട്ട് ഈ മരുന്ന് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി, അത് നമ്മൾ ട്രിപ്റ്റാൻസിലും പറഞ്ഞതാണ് അല്ലെ. അഡിക്ഷൻ ഒന്നും അല്ല ഇത്. സത്യത്തിൽ എല്ലാ തലവേദനയ്ക്കും കഴിക്കാം എന്ന് തോന്നി അങ്ങനെ തലവേദന വരുമ്പോൾ ഒക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഓവർ യൂസ് ടെൻഡൻസി എന്നാണ് ഞാൻ പറയുന്നത്. ഓവർ യൂസ് ടെൻഡൻസി ഉണ്ടാക്കാവുന്ന മരുന്നാണ്. ആൻഡ് ഈ മരുന്ന് നിർത്തിയാൽ വേറൊരു തരം തലവേദന ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. സോ റീബൗണ്ട് ഹെഡേക്ക് എന്ന് നമുക്കതിന് പറയാം. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഇനി ഡ്രഗ് ഇന്ററാക്ഷൻസും ഉണ്ടാക്കാം. എർഗോട്ടമിൻ എന്ന് പറയുന്ന മരുന്ന് CYP3A4 അതുവഴിയാണ് മെറ്റബോളൈസ് ചെയ്യുക. സോ അതിനെ തടയുന്ന മരുന്നുകളൊക്കെ ഇടുമ്പോൾ എർഗോട്ടിന്റെ അളവ് കൂടും. ഏതൊക്കെയാണ് ഫേമസ്? ഇട്രാക്കോണസോൾ, ക്ലാരിത്രോമൈസിൻ, എറിത്രോമൈസിൻ, ഇൻഡാവിർ, റിട്ടോനാവിർ, സെന്റ് ജോൺസ് വോർട്ട്. ദെൻ അതിന്റെ കൂടെ SSRI, SNRI അങ്ങനെയൊക്കെയുള്ള ധാരാളം മരുന്നുകൾ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കും. സോ ഫൈനലി
ഇത് പറയുകയാണെങ്കിൽ ഇത് മൈഗ്രെയിനിൽ സ്ഥിരം കഴിക്കാനുള്ള മരുന്നല്ല. തലവേദന തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ടു പ്രിവെന്റ് ഓർ ടു അബോർട്ട് ആൻ അറ്റാക്ക് ആണ് ഇത് കഴിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാതെ സ്ഥിരം കഴിക്കാനുള്ള ഒരു മരുന്നേ അല്ല ഈ മരുന്ന്. ഓക്കെ, അതാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരു മരുന്നിനെ കൂടി ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിൻ്റെ പേര് മെത്തിസർജൈഡ് എന്നാണ്. നമ്മൾ പലപ്പോഴും പഠിക്കും മെത്തിസർജൈഡ്. ചില പരീക്ഷകൾക്കും വേണമെങ്കിൽ ചോദിച്ചേക്കാം. മെത്തിസർജൈഡ് എന്ന് പറയുന്ന മരുന്ന് വർഷങ്ങളോളം 50 വർഷത്തോളമൊക്കെ ഉപയോഗത്തിലിരുന്നാണ്. 5-HT2A2C ആന്റഗോണിസ്റ്റ് മരുന്നാണ്. 5-HT1ലും ആക്ഷൻ ഉള്ള മരുന്നാണ്. മൈഗ്രെയിൻ തടയാൻ തുടർച്ചയായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരുന്ന ഒരു മരുന്നാണ്. പക്ഷേ പ്രശ്നം എന്തായിരുന്നു? റിട്രോപെരിറ്റോണിയൽ ഫൈബ്രോസിസ് എന്ന് പറയുന്ന പ്രശ്നം, അല്ലെങ്കിൽ മീഡിയാസ്റ്റീനൽ ഫൈബ്രോസിസ് എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ എത്രയേ ഉള്ളൂ. അബ്ഡോമിനൽ, പെൽവിക്, എൻഡോകാർഡിയൽ അവിടെയൊക്കെ ഫൈബ്രോസിസ് വരുന്ന ഒരു പ്രശ്നമുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ ഉപയോഗമില്ല. വേറെ ഇതിന്റെ ഉപയോഗങ്ങൾ കാർസിനോയിഡ് സിൻഡ്രോമിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ദെൻ അതുമൂലമുള്ള കാർസിനോയിഡ് മൂലമുള്ള ഡയറിയയിൽ ഉപയോഗിച്ചിരുന്നു. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഡംപിംഗ് സിൻഡ്രോമിൽ ഉപയോഗിക്കുമായിരുന്നു. ദെൻ സിറോട്ടോണിൻ സിൻഡ്രോമിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ്. ഇപ്പോൾ ഇത് ഉപയോഗത്തിലില്ലാത്തതുകൊണ്ട് ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല. എങ്കിലും ഇതിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ്. മെത്തിസർജൈഡ് കോമൺ ആയിരുന്നു പണ്ട്, ഇപ്പോൾ പക്ഷേ ഉപയോഗത്തിലില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈഗ്രെയിൻ ആൻഡ് എർഗോട്ടമിനാണ് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത്. അതിനെ കൂടെ നമ്മൾ മറ്റ് പല മരുന്നുകൾ കൂടി എർഗോട്സിലുള്ള ചില മരുന്നുകൾ കൂടി ഒന്ന് പറഞ്ഞു പോയി. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.